ചാവാനോ വണ്ടി എടുത്ത് മാറ്റോ നീ. എല്ലാരും എന്നോട് ക്ഷമിക്കണം. വേഷം മാറി നടക്കുന്ന ഒരു CID ആണ് ഞാൻ. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെരുങ്കള്ളൻ ഈ ബസ്സിലുണ്ടെന്ന് ഒരു അജ്ഞാത സന്ദേശം കിട്ടി. അവനെ പിടികൂടാൻ എല്ലാവരും സഹകരിക്കണം പ്ലീസ്. ഒരു CID ജീവനോടെ ആദ്യമായിട്ടാ കാണുന്നേ. ജീവൻ ഇല്ലാത്ത CID മുമ്പ് കണ്ടിട്ടുണ്ടോ? ഈ കോന്തനാണ് CID. എന്താ കോന്തനാണെങ്കിൽ ഭയങ്കര ബുദ്ധിയായിരിക്കും. വാ മോനെ. ഇവനാണോ കൊള്ളൻ? എന്തായാലും എന്തോരം മാന്യൻ. മുന്നിമാരൊക്കെ ഈ പണി പറഞ്ഞേ. ബാഗ് മാറ്റാ മോന്തത് കാണട്ടെ. എല്ലാവർക്കും CID ഡിപ്പാർട്ട്മെന്റ് നന്ദി. ഡ്രൈവർ സാബ് ശുക്രിയ. ഓരോന്ന് ഇറങ്ങിക്കോളും വേഷം കെട്ടുമായിട്ട്. എന്നാലും ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ തന്നെ. ബസ്സിലുള്ള ആൾക്കാർ മുഴുവൻ നിന്നെ അറിയാൻ. നീ കോടിയേരി ബാലകൃഷ്ണ. അവരല്ല ഞാൻ ശരിക്കുള്ള കള്ളനാണെന്നല്ലേ വിചാരിച്ചിട്ടുണ്ടാവുക. മോനെ പ്രകാശ, ഇതാണ് ചരിത്രത്തിന്റെ തിരിച്ചടി. എന്റെ ഭാര്യ, അളിയൻ, SI അവരുടെ മുമ്പിൽ വെച്ച് എനിക്കെന്ത് സംഭവിച്ചു നീ കണ്ടിട്ടില്ലല്ലോ. വാ വണ്ടിക്കാർ. भाई थोड़ा सांभर. हाँ भैया सांभर. हाँ इधर नहीं जाइए. ഏതായാലും ജർമ്മൻ ഭാഷ കുറച്ചൊക്കെ പഠിച്ചല്ലോ അല്ലേ? അങ്ങനെയും കുറെ കാശ് പോയി. പോയിട്ടില്ലടാ. നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുക്കാം. ജർമ്മനിയിൽ ജോലിയുള്ള നഴ്സുമാരെ, നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ പഠിച്ച മുന്തിയ ഇനം ഭർത്താവിനെ ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കുക. PR ആകാശ്, തവളക്കുഴി. ചങ്കി കുത്തൻ തമാശ പറയില്ലേ ഗോപാജി? ഞാൻ സത്യത്തിൽ പുറപ്പെട്ടത് അമ്മയെ കാണാനാ. ആ നെക്ലസിന്റെ കാശ് വാങ്ങി ഗോപാൽജി ഏൽപ്പിക്കാം. അമ്മ അവിടെ പണപ്പെട്ടിന്ന് തുറന്നു വെച്ചിരിക്കല്ലേ. മോനെ പ്രകാശ, നെക്ലേസിന്റെ പൈസ എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞോണ്ട്. അല്ലെങ്കിലും ഗോപാൽജിയുടെ പൈസക്ക് കുഴപ്പമുണ്ടാവില്ല. പോപ്പിന്റെ സമ്മേളനം കഴിഞ്ഞ് ഇറ്റലിയിൽ നിന്ന് ആന്റി വരുമല്ലോ. അവര് വരുന്നു, ഒപ്പിടുന്നു, വീടിന്റെയും പറമ്പിന്റെ ആധാരം ബാങ്കിൽ പണയം വെക്കുന്നു, പണം വാങ്ങുന്നു. അക്കാര്യം സലോമിയുടെ അപ്പച്ചൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്നാൽ ആ ഉറപ്പ് അയാൾ എന്നോടും കൂടി ഒന്ന് പറയട്ടെ. ഞാനും വരാം അയാളെ കാണാൻ. ഗോപാൽജിക്ക് എന്നെ തീരെ വിശ്വാസമില്ലല്ലേ? എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസം ഇല്ലാത്തതായി ഉള്ളൂ. ആരാ? വീട് നോക്കാൻ വന്നവരാ? അല്ല, വീട്ടുകാരെ കാണാൻ വന്നു. ഇവിടെ നേരത്തെ താമസിച്ചവര് വീട് കഴിഞ്ഞ് പോയല്ലോ സാറേ. പുതിയ ആരാ ഇന്ന് വീട് നോക്കാൻ വരുന്നേ? ആന്റണി സാറ് പറഞ്ഞിരുന്നു. ഇത് വാടക വീടാണോ? അതെ, ആന്റണി വക്കീല് വാടകയ്ക്ക് കൊടുക്കുന്ന വീടാ. ഈ വീട് കഴിഞ്ഞവർ എങ്ങോട്ട് പോയെന്നറിയോ? ആർക്കറിയാം? വാടകയെ കുറിച്ച് കുറെ ഉണ്ടായിരുന്നു. ആന്റണി സാറിനോട് പോലും പറഞ്ഞിട്ടില്ല. അങ്ങേരാകെ ഭ്രാന്ത് പിടിച്ച് നടക്കാം. നാളത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം സാർ. ഒരു ടിക്കറ്റ് എടുക്കും സാറേ, നാളെ നറുക്കെടുപ്പാ. സലോമി ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനം ഇപ്പം അടിച്ചിട്ട് വരിക. ഇനി വേണ്ട, ബോഡി താങ്ങൂല. നാളത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം, നാളത്തെ. എനിക്കിപ്പോ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറിക്കിട്ടി. അതാണ് എൻ്റെ സന്തോഷം. ഒരുത്തൻ തകർന്ന് തരിപ്പണമായപ്പോ സന്തോഷിക്കുകയാണല്ലേ? നീ എവിടെ തകർന്നു? നീ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ചില്ലിക്കാശ് ഈ കേസ് പോയോ? ഇല്ലല്ലോ. മറ്റുള്ളതെല്ലാം പോട്ടെ, ഒരു ബന്ധമില്ലാത്ത എന്റെ ഭാര്യയുടെ നെക്ലേസ് വരെ നീ തോൽച്ചില്ലേ? അത് മാത്രം പറയരുത് ഗോപാൽജി. ഗോപാൽജിയുടെ ഭാര്യ എന്റെ ഏട്ടത്തി അമ്മയാണ്. ഗോപാൽജി ആരാ? എന്റെ അച്ഛന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. മലമ്പുഴ കാണാൻ പറ്റാതെ കണ്ണീരൊലിപ്പിച്ചു നിന്ന 12 വയസ്സുകാരന് വണ്ടിക്കൂലി എന്ന അച്യുതൻ മാഷിനെ ഇത്ര വേഗം മറക്കാൻ പാടില്ല ഗോപാൽജി, പാടില്ല. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ. അന്ന് അച്യുത മാഷ് എനിക്ക് തന്നത് 7 രൂപയാണ്. ഇത് 70 രൂപയുണ്ട്, 10 ഇരട്ടി. മലമ്പുഴയുടെ കാര്യം ഇനി നീ മിണ്ടിപ്പോരുത്. അങ്ങനെ പണം തന്ന് അറുത്ത് മുറിച്ച് മാറ്റാൻ പറ്റുന്നതാണോ ഗോപാൽജി എല്ലാ ബന്ധങ്ങളും? മലമ്പുഴ ബന്ധം ഇന്ന് എനിക്ക് അറുത്ത് മുറിക്കണം.
വേണ്ട ഗോപാൽജി വേണ്ട. പഠിച്ച പണി 18 പയറ്റിയിട്ടും ഒരു കരപറ്റാൻ പെടാ പാടുവിടുക മനുഷ്യർ. 17 പണികൾ നീ പഠിച്ചിട്ടില്ല. ആകെ പഠിച്ച നേഴ്സിന്റെ പണി നീ ഒട്ട് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ രക്ഷപ്പെടും? ഇനിയിപ്പോ നോക്കാൻ മറന്നുമില്ല. നേഴ്സിംഗ് നേഴ്സ്. അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. പഠിച്ചു എന്നല്ലാതെ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നിനക്ക് പെട്ടെന്ന് ആരെങ്കിലും നേഴ്സിന്റെ പണി തരുമോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ചാകണം. പക്ഷെ ചാവാനുള്ള ഈ മനസ്ഥിതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എന്ത് പണി ചെയ്യാം. ഇനി നിന്റെ സ്റ്റിയറിംഗ് എൻ്റെ കയ്യിൽ തന്നാൽ മതി. എന്ത് സ്റ്റിയറിംഗ്? പ്രകാശൻ എന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ് അതെനിക്ക് തരുമോ? തന്നാല് പിന്നെ നീ ഒന്നും അറിയണ്ട. വണ്ടി എനിക്കിഷ്ടമുള്ള സ്ഥലത്തൂടെ ഞാൻ ഓടിക്കും. ഇതെന്താ ഇത്? ഇതാണ് നെൽപ്പാടം. നടാനുള്ള ഞാറുകളാണ് പാടത്ത് കിടക്കുന്നത്. ഞാനിവിടെ എന്ത് ചെയ്യാന്? നീ ഇവിടെ ഞാറ് നടും. ബംഗാളികൾക്ക് കൊടുക്കുന്ന കൂലി നിനക്കും കിട്ടും. അങ്ങനെ കുറേ ദിവസം പണിയെടുത്താൽ എൻ്റെ നെക്ലേസിൻ്റെ കടം വീടും. വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല പ്രകാശ. അല്ല ഗോപാൽജി, ഞാൻ നിന്നെ അറിയുന്ന ആരും ആ കൂട്ടത്തിലില്ല. എനിക്ക് ഞാറ് നടാനൊന്നും അറിഞ്ഞൂടാ. അറിയാനൊന്നുമില്ല. ഞാറിൻ്റെ കട്ടഴിക്കുന്ന കുറേശ്ശെ ചെളിയിൽ നടന്നു. അവർ ചെയ്യുന്ന പോലെ നോക്കി ചെയ്താൽ മതി. എനിക്കിതൊന്നും ശീലമില്ല ഗോപാൽജി. ഇതാണ് നമ്മുടെ കുഴപ്പം. സ്വന്തം നാട്ടിൽ കൃഷിപ്പണി ചെയ്യില്ല. അന്യനാട്ടിൽ പോയി കണ്ടവൻ്റെ കക്കൂസ് കഴുകും. നീ ചെല്ല് പ്രകാശ. എന്ത്? ബംഗാളികളുടെ ഞാറ്റുപാട്ട് ഇപ്പൊ നമ്മുടെ പാടത്തൊക്കെ ഇവരുടെ പാട്ടിലേക്ക് കേൾക്കും. നമ്മൾ പണിയും മറന്നു പാട്ടും മറന്നു. হুক্কা হুক্কা হুয়া না হুকা হুয়ারির ভাষা না বুঝ ঝাড় কোদালের মাথাটা ধার কোদালের ঝাড়লে দাদা ঘেচাং ঘেচাং ফুক মাথা ধার ধারানির ধার ধুর ধার দিনা দিন ধারিস না আর না রে না রে না রে দাদা এক না রে পিকনি ভুলে যা अपना जगन हाथ नाथ अपना कदम खुद खुदा আর নারে 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 তার আর না ভুলিস না আর নারে 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 ভান্ডার গন্ধা মরিস না আর বারে 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 ভান্ডার ভোলে যে যার যার বারে 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 বারবার কাটার হিসাব বরাবর ওরে বারে বারে ভাত ঘুম বারে বারে বার লাগে ধুম ওরে বারে বারে ভুলে যায় রে নিশির দে নারে নারে আর ঘুম ভেঙে নাচ না নিজের ঝুম ওরে বারে বারে ভুলে যায় রে নিশির আছে সে আরে বারে বারে দাদা ধান্দারে ধান্দায় ডান্ডারে বড় বড় সাথে ভাষা ভূত 13 ভূতুনির পেটের আরে বারে বারে ক্যা হুয়া দাদা হুক্কা হুক্কা হুয়া না হুকা হুয়ারের ভাষা না বুঝে ধার কোদালের মাথাটা ধার কোদালের ঝাড় রে দাদা ঘ্যাচাং ঘ্যাচাং ফুক মাথা ধার ধারানির ধার দূর ধার দিনা দিন ধারিস না আর না রে দাদা দেখ না রে পিকনি ভুলে যা अपना जगन हाथ नाथ अपना कदम खुद खुदा ആ പ്രകാശ, മുഖസ്തുതിയാണെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. ബംഗാളികൾക്കും ബീഹാറികൾക്കൊക്കെ നിന്നെ ഇപ്പൊ വലിയ മതിപ്പാ. 50 ചാക്ക് സിമെന്റ് നീ ഒറ്റക്ക് ചുമന്നുമല്ലേ? അങ്ങനെ വേണം. ആ കൗശൽ പാണ്ഡെ ഇന്ന് ആകാശ് ബായിയെ കുറേ നേരം പൂഴ്ത്തി സംസാരിച്ചു. അവന്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചേരും. അവനും പെങ്ങളില്ല. സന്തോഷം. അതുകൊണ്ട് നിനക്കെനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. ആ വേണം. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് അല്ല,
നീ പഠിച്ച പണിയില്ലേ, നഴ്സിംഗ്, ആ പണി. ആശുപത്രിയല്ല, വീടാ. 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സമയാസമയം മരുന്ന് കൊടുക്കണം, ഇഞ്ചക്ഷൻ, അത്രയൊക്കെ വേണ്ടൂ. ഭക്ഷണവും താമസവും അവിടെ തന്നെ. റെസ്റ്റ് എടുക്കാൻ ധാരാളം സമയം കിട്ടും. എന്തു പറയുന്നു? നെക്ലസിൽ പെട്ടെടുക്കുന്ന എന്നോടൊന്നും അഭിപ്രായം ചോദിക്കുന്നു. വെരി ഗുഡ്. നല്ല ശമ്പളം കിട്ടും. ഈ പണിയും കൂടി കഴിയുമ്പോൾ നെക്ലേസ് നമ്മൾ വാങ്ങും. പിന്നെ നീ ഫ്രീ ആയി. ഓക്കെ ആണോ? ഓക്കെ.